സമ്പൂർണ്ണം അയോധ്യ ശ്രീരാമക്ഷേത്രം. രാമക്ഷേത്രത്തിന്റെ ധ്വജാരോഹണ ചടങ്ങ് നിർവഹിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്രത്തിന്റെ 191 അടി ഉയരമുള്ള പ്രധാന ഗോപുരത്തിന് മുകളിൽ സ്ഥാപിച്ച ധ്വജസ്തംഭത്തിലാണ് പതാക ഉയർത്തിയത്. ക്ഷേത്രത്തിൽ ദർശനം നടത്തി ആരതി അർപ്പിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി ധ്വജാരോഹണം നടത്തിയത്. ചടങ്ങിൽ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ചടങ്ങിനോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരുന്നത്. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, പുണ്യ നിമിഷം 500 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ സംഭവിച്ച പുണ്യ നിമിഷത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. വികാരാധീനായി മാറുകയായിരുന്നു പ്രധാനമന്ത്രി. എന്തായാലും അയോധ്യയെ സംബന്ധിച്ചിടത്തോളം ഉത്സവ ലഹരിയിലായിരുന്നു. വല്ലാത്തൊരു നിമിഷം, അതങ്ങനെയേ നമുക്ക് പറയാൻ സാധിക്കൂ. നന്ദൻ പറയും. രാഖി, ഇന്ന് ലോകമെമ്പാടുമുള്ള രാമഭക്തരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്ക് സന്തോഷത്തിന്റെ ദിനങ്ങളാണ്, സുദിനങ്ങളാണ് ഇന്നിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരുന്ന മണിക്കൂറുകൾ എന്നുള്ളത്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ 11 മണിക്കും 1 മണിക്കുമുള്ള ശുഭമുഹൂർത്തത്തിൽ അയോധ്യ രാമക്ഷേത്രത്തിന് മുകളിൽ ഇന്നിപ്പോൾ ധ്വജാരോഹണം നടന്നിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചേർന്നാണ് ഈ ധ്വജാരോഹണ കർമ്മം നിർവഹിച്ചത്. ഏതാണ്ട് 10,000-കണക്കിന് ജനങ്ങൾ തടിച്ചുകൂടിയ നിമിഷത്തിൽ മുഴുവൻ രാമമന്ത്രങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിലായിരുന്നു ഈ പവിത്രമായ ചടങ്ങ് നടത്തിയത്. അതിനുശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു, രാമഭക്തരെ അഭിസംബോധന ചെയ്തു എന്നുള്ളതാണ്. പതിറ്റാണ്ടുകളായി നീണ്ടുനിന്ന മുറിവ് ഇതോടുകൂടി ഉണങ്ങി എന്നുള്ളതാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ആകട്ടെ ഇത് സഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും കൊടിക്കൂറയാണ് എന്നുള്ളതാണ് അനുസ്മരിച്ച് വ്യക്തമാക്കിയത്. ഏറെ പ്രത്യേകതയുള്ള കൊടിക്കൂറ അല്ലെങ്കിൽ ധ്വജമാണ് അവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. എല്ലാവിധ പരിസ്ഥിതി പ്രശ്നങ്ങളെയും അതിജീവിച്ച് 200 കിലോമീറ്റർ വരെയുള്ള വേഗതയിൽ വീശുന്ന കാറ്റിനെ അതിജീവിച്ച് സൂര്യപ്രകാശ രശ്മികൾ, അതേപോലെ തന്നെ ഇത്തരം എല്ലാവിധ പ്രതികൂല കാലാവസ്ഥയെയും സങ്കീർണമായ അവസ്ഥകളെയും അതിജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പാരച്യൂട്ട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നൈലോണിലാണ് ഈ പതാക നിർമ്മിച്ചത് എന്നുള്ള പ്രത്യേകതയുണ്ട്. അതേപോലെ തന്നെ ധ്വജസ്തംഭത്തിനേറെ പ്രത്യേകതകളുണ്ട്. ആ ധ്വജം തന്നെ സൂററ്റിൽ പ്രത്യേകമായി നിർമ്മിച്ചു, പ്രത്യേകമായി ഡിസൈൻ ചെയ്തു എന്നുള്ള പ്രത്യേകത. ഇങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള ധ്വജം കൂടിയാണ്. ഇതോടുകൂടി രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പരിസമാപ്തി കൂടി എത്തിയിരുന്നു എന്നുള്ളതാണ്. പ്രധാനമായി ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ധ്വജ ആരോഹണ ചടങ്ങുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു റോഡ് ഷോയോടുകൂടിയാണ് അയോധ്യയിലേക്ക് എത്തിയത്. അതിനുശേഷം അദ്ദേഹം രാംലല്ലയിൽ ദർശനം നടത്തി ആരതി ഒഴിഞ്ഞ ശേഷമാണ് ഈ ധ്വജാരോഹണ കർമ്മത്തിലേക്ക് എത്തിയത്. അതിന് സാക്ഷിയാകുവാൻ സാധാരണക്കാർ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്. അമിതാഭ് ബച്ചൻ അടക്കമുള്ള വിവിധ മേഖലകളിൽ നിന്നുമുള്ള, സിനിമാ മേഖലയിൽ നിന്നും കായിക മേഖലയിൽ നിന്നുമുള്ള വ്യക്തിത്വങ്ങൾക്ക് പുറമെ ഇതുമായി ബന്ധപ്പെട്ട ഋഷീശ്വരന്മാരുടെ ഒരു സാന്നിധ്യം കൂടി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരുടെ ഈ ഋഷീശ്വരന്മാർ വേദമന്ത്രങ്ങൾ മുഴക്കിയ ആ ഒരു ശബ്ദമുഖരിതമായ, ആ വേദമന്ത്രമുഖരിതമായ അന്തരീക്ഷത്തിലായിരുന്നു ഈ ധ്വജാരോഹണ കർമ്മം നിർവഹിച്ചത് എന്നുള്ളതും ഏറെ പ്രത്യേകതയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ചത് അയോധ്യ എന്നുള്ളത് രാജ്യത്തിന്റെ ആധ്യാത്മിക സാംസ്കാരിക നഗരം കൂടിയാണ്. ആ നഗരത്തിൽ ഇന്ന് ഏറെ പ്രത്യേകതകളുള്ള ദിവസമാണ്. അയോധ്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള രാമഭക്തർക്ക് ഏറെ സവിശേഷതയും പ്രത്യേകതയുമുള്ള ദിനമാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ധ്വജാരോഹണവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾക്ക് ശേഷം അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിനൊപ്പം തന്നെ അയോധ്യയുമായി ബന്ധപ്പെട്ട് അയോധ്യ എന്നുള്ളത് ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതീകമാണ് എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. 2020 മാർച്ചിലാണ് ഈ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയത്. അതിനുശേഷം വളരെ ചടുലമായ ഒരു നിർമ്മാണ രീതി അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു അയോധ്യയിൽ LNTയുടെയും ടാറ്റയുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ കാഴ്ചവെച്ചത്. ഇന്നിപ്പോൾ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാണ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചവരെയൊക്കെ തന്നെ കാണുകയുണ്ടായി. 22 അടി നീളവും 11 അടി വീതിയുമുള്ള പതാകയാണ്. ആ പതാകയിൽ സൂര്യവംശത്തെ പ്രതിദാനം ചെയ്യുന്ന ചിഹ്നമായ സൂര്യനുണ്ട്. ഒപ്പം തന്നെ ഓം എന്ന് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ കൊവിതാർ വൃക്ഷത്തിന്റെയും അതും സൂര്യവംശത്തിന്റെ പ്രതീകമാണ്. അങ്ങനെ കൊവിതാർ വൃക്ഷവും അതേപോലെ തന്നെ സൂര്യവംശത്തിന്റെ പ്രതീകമായിട്ടുള്ള ഉദയസൂര്യനും ഒക്കെ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വലിയ ബൃഹത്തായ രീതിയിൽ ഈ 22 അടി നീളവും 11 അടി വീതിയിലുമുള്ള പതാകയാണ് അവിടെ ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉയർത്തിയിരിക്കുന്നത്. ഈ അയോധ്യയിലെ പതാക സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ചിഹ്നമാണെന്ന് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും ചൂണ്ടിക്കാട്ടി. അയോധ്യ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി
യോഗി ആദിത്യനാഥ് ആകട്ടെ ഈ രാമവിജയം എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. സർവം ശ്രീരാമ വിജയം എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അങ്ങനെ വലിയ രീതിയിൽ ഭക്തരുടെയും സന്യാസി ശ്രേഷ്ഠന്മാരുടെയും വിവിധ മേഖലകളുടെയും ഒക്കെ ഉള്ള പ്രമുഖരുടെയൊക്കെ സാന്നിധ്യത്തിലായിരുന്നു ഇന്നിപ്പോൾ ഈ ഒരു ധ്വജാരോഹണ കർമ്മം നിർവഹിച്ചത് എന്നുള്ളതാണ് ഏറെ സവിശേഷതയും പ്രത്യേകതയും. രാഖി ശ്രീനന്ദൻ, ഏതായാലും ധർമ്മ പതാക അയോധ്യയിൽ ഇപ്പോൾ പാറിപ്പറക്കുന്നു എന്നുള്ളതാണ്. നന്ദകുമാരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.